നമസ്കാരം പ്രേക്ഷകരെ, 9 മണി വാർത്ത ആരംഭിക്കുന്നു. ധർമ്മസ്ഥലയിൽ അവിടെയാണ് ഏറ്റവും നിർണായകമായ വാർത്ത. ധർമ്മസ്ഥലയിൽ ഒരു വലിയ ട്വിസ്റ്റ് സംഭവിക്കുന്നു. നിർണായക നീക്കങ്ങളുമായി SIT കണ്ടെത്തലുകൾ സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കുറച്ച് ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ധർമ്മസ്ഥലയിലേക്ക് പോകുമ്പോഴേക്കും അവിടെ നിർണായകമായ അപ്ഡേറ്റുകൾ സംഭവിക്കുന്നതായിട്ടുള്ളത് കാണുന്നത്. രമേശ് ചെന്നിത്തലയുടെ ആദ്യത്തെ ഈ ടേമിലാദ്യത്തെ ആഭ്യന്തര യോഗം ഇന്ന് രാവിലെ 10:30 നടക്കും. അങ്ങനെയുള്ള നിർണായകമായ ചില വാർത്തകൾ വരുന്നുണ്ട്. ആദ്യം തലക്കെട്ടുകൾ. ധർമ്മസ്ഥല കേസിൽ നിർണായക നീക്കവുമായി SIT. ബംഗ്ലഗുഡയിൽ നടന്നത് കൂട്ടക്കൊലപാതകമെന്ന് ശാസ്ത്രീയ തെളിവുകളിൽ സൂചന. മൃതദേഹാവശിഷ്ടങ്ങളിൽ കൊലപാതകം നടന്നതിന്റെ ലക്ഷണങ്ങൾ. മണ്ണുകുഴിച്ചുള്ള പരിശോധന ജൂൺ ആദ്യം തുടങ്ങിയേക്കും. ദൃക്സാക്ഷിയുമായി സ്ഥലത്തെത്തി അന്വേഷണ സംഘം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗമെന്ന് സർക്കാരിന്റെ പോലീസ് നയം ചർച്ചയാകും. SP റാങ്ക് മുതലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. പാര്യത്തുകാവിലെ കുടിയിറക്കലിന് കോടതി നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കും. ഭൂമി പ്രശ്നത്തിൽ സർക്കാർ നിയമ പോരാട്ടത്തിന് തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കും. സംസ്ഥാനത്ത് ഇന്ന് മഴ കനക്കും. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോൾ ലിറ്ററിന് 87 പൈസയുടെയും ഡീസലിന് 91 പൈസയുടെയും വർധനവ്. ഇന്ധനവില കൂട്ടുന്നത് 10 ദിവസത്തിനിടെ ഇത് 3ാം തവണ. മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിൽ. മുഖ്യമന്ത്രിയായ ശേഷമുള്ള ആദ്യ സന്ദർശനം. AICC നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയെ കാണുന്നതിൽ തീരുമാനമായില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാലാനുസൃതമായ മാറ്റം വരുത്തുമെന്ന് മന്ത്രി റോജി എം ജോൺ. VC നിയമനത്തിൽ യോഗ്യത മാത്രം മാനദണ്ഡമാക്കും. ജാതി നോക്കി VC നിയമനം നടത്തുന്ന രീതി അവസാനിപ്പിക്കുമെന്നും മന്ത്രി ന്യൂസ് 18നോട്. കൊച്ചി സെക്സ് റാക്കറ്റ് കേസിൽ അറസ്റ്റിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. കേസിൽ കൂടുതൽ പ്രതികളും ഇരകളും ഉണ്ടെന്ന സൂചന. ഇനി പിടിയിലാകാനുള്ളത് ദുബായിലുള്ള 2 പ്രതികൾ. വിഷു ബമ്പർ ഭാഗ്യശാലിയെ ഇന്നറിയാം. വിറ്റഴിച്ചത് 45 ലക്ഷം ടിക്കറ്റുകൾ. കൂടുതൽ വിൽപ്പന പാലക്കാട് ജില്ലയിൽ. 1ാം സമ്മാനം 12 കോടി രൂപ. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ-US വ്യാപാര കരാറിന്റെ പുരോഗതി ചർച്ചയാകും. ഡൽഹിയിൽ ക്വാഡ് ഉച്ചകോടിയിലും പങ്കെടുക്കും. വിശദമായ വാർത്തകളിലേക്ക് നോക്കുമ്പോൾ, എറണാകുളം മലയാളംതുരത്തിലെ പാര്യത്തുകാവിലെ ഭൂമി പ്രശ്നത്തിൽ സർക്കാർ നിയമ പോരാട്ടത്തിന് തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കും. ഒരു കാരണവശാലും കുടുംബങ്ങളെ പെരുവഴിയിൽ ഇറക്കിവിടാൻ സർക്കാർ ഇടവരുത്തില്ലെന്ന് മന്ത്രി റോജി എം ജോൺ അറിയിച്ചിരുന്നു. ഇന്ന് കുടിയിറക്കൽ നടപടി പൂർത്തിയാക്കണമെന്നാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ നിർദ്ദേശം. അഭിഭാഷക കമ്മീഷനും ആമീനും സ്ഥലത്ത് എത്തും. പോലീസിന്റെ ഭാഗത്തു നിന്ന് ബലപ്രയോഗം ഉണ്ടാകില്ലെന്നും മന്ത്രി താമസക്കാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആജ്ഞ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, ഇന്നാണ് സമയപരിധി അവസാനിക്കുന്നത്. സർക്കാർ തിങ്കളാഴ്ച ഹൈക്കോടതിയിലേക്ക് നീക്കുന്നു. മന്ത്രി റോജി എം ജോണിന്റെ വാക്കുകൾ അവിടെ ഉള്ളവർക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ്. ആരും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. പോലീസ് ബലം പ്രയോഗിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നീക്കിയപ്പോൾ പോലും അവർ ആവർത്തിച്ച് പറഞ്ഞത് ഞങ്ങൾ എവിടേക്ക് പോകും, 4 തലമുറകളോളം ഞങ്ങൾ കഴിഞ്ഞിരിക്കുന്ന സ്ഥലമാണിത്, അങ്ങനെ വിട്ടെറിഞ്ഞിട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. കഴിഞ്ഞ 14 തവണയും പോലീസ് അവിടെ വന്നുപോയി. 15ാം തവണ വന്നപ്പോൾ ഈ ബലപ്രയോഗം ഉണ്ടായ കാഴ്ചയും കണ്ടതാണ്. സർക്കാരിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ഹരികൃഷ്ണൻ, പ്രധാനമായും സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. അതാണ് പ്രധാനമായും ഇന്നലെ വൈകുന്നേരമാണ് ഈ ചർച്ചയുമായി മന്ത്രി റോജി എം ജോൺ സമരക്കാരുമായി ചർച്ച ചെയ്തത്. അതിനുശേഷമാണ് പോലീസ് നടപടികൾ ഉണ്ടാകില്ല എന്ന്. അതേസമയം പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവനുസരിച്ചിട്ട് ഇന്ന് തന്നെയാണ് ഈ എവിക്ഷൻ നടപടികൾ തുടങ്ങി വെക്കേണ്ടത്.
തിങ്കളാഴ്ചയാണ് അതിൻ്റെ അന്തിമ റിപ്പോർട്ട് കോടതി നൽകേണ്ടുന്ന സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ അഭിഭാഷക കമ്മീഷൻ അമീനും ഇന്ന് സ്ഥലത്ത് എത്തുകയും നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും സർക്കാർ തലത്തിൽ ഇതിനുള്ള ഇടപെടൽ ഉണ്ടായേക്കും. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയും DGPയും ചീഫ് സെക്രട്ടറിയും ചേർന്ന യോഗത്തിലാണ് മന്ത്രി റോജി എം ജോണിന് ഇതിന് ചുമതല നൽകിയത്, സമരക്കാരോട് ചർച്ച ചെയ്യാനുള്ള ചുമതല നൽകിയത്. അതേ തുടർന്ന് DGPക്കും ആഭ്യന്തരമന്ത്രി പോലീസിനെ നിയന്ത്രിക്കുന്ന സാഹചര്യം വ്യക്തമാക്കിക്കൊണ്ട് തന്നെ DGPക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾ ഇന്ന് സമരക്കാർ നേരിടേണ്ടി വരില്ല എന്നുള്ള കാര്യമാണ് മന്ത്രി കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഉറപ്പു നൽകിയത്. കോടതി വിധിയെതിരായാൽ പുനരധിവസിപ്പിക്കാനുള്ള നീക്കവും നടക്കും എന്ന് തന്നെയാണ്. 6 പതിറ്റാണ്ട് നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ 14 തവണ, അതായത് LDF ഗവൺമെൻറ് ഉണ്ടായിരുന്നപ്പോൾ 14 തവണയും ഈ കുടിയൊഴിപ്പിക്കൽ നടപടികളുമായി അഭിഭാഷക കമ്മീഷൻ അവിടെ എത്തിയിരുന്നെങ്കിലും ജനരോഷത്തെ മാനിച്ച് അത്തരം വലിയ ഒരു ആഭ്യന്തര പ്രശ്നമുണ്ടാകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് നീങ്ങിയിരുന്നു. ഒരു വലിയ ക്രമസമാധാന പ്രശ്നമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് സർക്കാർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ആ ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടാവുക. അത് വ്യക്തമാക്കുകയായിരിക്കും. മാത്രമല്ല 7 കുടുംബങ്ങൾ, 8 കുടുംബങ്ങളാണ്, 8ാമത്തെ ഫാമിലി അവിടെ നിന്ന് മാറി താമസിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ സാങ്കേതികമായി 8ാമത്തെ കുടുംബവും അതിൽ ഇതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ 8 കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്ന അല്ലെങ്കിൽ 7 കുടുംബങ്ങൾ പുറന്തള്ളപ്പെടുമ്പോൾ അവരെ എവിടെ പുനരധിവസിപ്പിക്കുമെന്നുള്ള ഒരു ചോദ്യം കൂടി ബാക്കിയാവുകയാണ്. അത് ഒരു സർക്കാരിനെ സംബന്ധിച്ച് അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ചും ആളുകളെ കിടപ്പാടമില്ലാതെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത് അത്തരം സാഹചര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഒരു ഇതല്ല. അത് ഏത് നടപടിയുടെ ഭാഗമായാലും കിടപ്പാടം ഒഴിഞ്ഞ് അവർ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം, അത്തരം ആളുകളെ പുനരധിവസിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. ആ ഉത്തരവാദിത്വത്തിലേക്കുള്ള സൊല്യൂഷൻസ് ആണ് സർക്കാർ ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമവശങ്ങൾ ആരാഞ്ഞ ശേഷം ഹൈക്കോടതിയിൽ സമീപിക്കും. ഹൈക്കോടതി എന്ത് നിലപാടെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ കുടുംബങ്ങളുടെ ആശ്വാസം എന്ന് വേണം പറയാൻ. അത് ഹൈക്കോടതി വിധി എതിരായാൽ ആണ് സർക്കാരിന് പുനരധിവസിപ്പിക്കാനുള്ള സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഇവിടെ മറ്റൊരു പ്രശ്നമുള്ളത്, ഹരി, 19 ഏക്കർ സ്ഥലമാണ് പുറമ്പോക്ക് ഭൂമിയെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഈ പുറമ്പോക്ക് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തണമെന്നുള്ള ഹൈക്കോടതി ഉത്തരവ് നിലവിലുണ്ട്. 2025 അങ്ങനത്തെ ഒരു ഉത്തരവ് നിലവിലുണ്ട്. ആ ഉത്തരവ് പ്രകാരം ഈ പുറമ്പോക്ക് ഭൂമി കൈവശമുള്ള ആളുകൾ ആ ഭൂമിയുടെ രേഖകൾ എന്തെങ്കിലും കൈവശമുണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന നിർദ്ദേശം റവന്യൂ വകുപ്പ് നൽകിയിട്ട്, പക്ഷേ നാളിതുവരെ ഈ 2.65 ഏക്കർ ഭൂമി എന്ന് പറയുന്നത് ഈ 19 ഏക്കറിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൂടി ചേർത്തിട്ടാണ് ഈ 19 ഏക്കർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉന്നയിക്കപ്പെടുന്ന ശങ്കരൻ നായർ, അദ്ദേഹം മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ ഫാമിലിയോ അദ്ദേഹത്തിന് ഏതെങ്കിലും ഹെയർസോ ഇതുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പിൽ വേണ്ട രേഖകൾ നൽകിയിട്ടില്ല എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. അത്തരം രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമല്ല, പുറമ്പോക്ക് കൈവശം വെച്ചിരിക്കുന്ന മറ്റു വീട്ടുകാർ ഈ 7 കുടുംബങ്ങൾ 2.5 ഏക്കർ ഭൂമിയിൽ താമസിക്കുമ്പോൾ ബാക്കി ഉള്ള വരുന്ന 17.5 ഏക്കറിൽ ബാക്കി വരുന്ന 70ഓളം കുടുംബങ്ങൾ താമസിക്കുന്നു എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ പെരിയാർ വാലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഭൂമിയുടെ അതിരെവിടെയാണ്, ഇത്തരം കാര്യങ്ങൾ അതിന് പെരിയാർ വാലിക്ക് നോട്ടീസ് നൽകണം, അത് അളന്ന് തിട്ടപ്പെടുത്തണം. ഇങ്ങനെ വലിയ സങ്കീർണമായ ഒരു പ്രശ്നം തന്നെയാണ് ഈ സർക്കാരിൻ്റെ മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ആ സാധ്യതയാണ് ഈ സുപ്രീം കോടതി വിധിയെ അതിനകത്തൊരു ലൂപ്പ് ഹോൾ ഉള്ളത് എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. അത് ഈ സർവേ നടപടികൾ നടത്തിയാൽ മാത്രമേ അതിന് കൃത്യമായ ഭൂമി എവിടെയുണ്ട് അല്ലെങ്കിൽ ഇത് ഇവർക്ക് അവകാശപ്പെട്ടത് ആണോ എന്നുള്ള കാര്യത്തിൽ ധാർമ്മികമായി കഴിഞ്ഞ നൂറ്റാണ്ടുകളായി അവിടെ താമസിക്കുന്ന ആളുകൾ അവരുടെ 4ാമത്തെ തലമുറയാണ് ഭൂമിയിൽ താമസിക്കുന്നത്. ധാർമ്മികമായി ആ ഭൂമി അവർക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷേ സുപ്രീം കോടതിയുടെ വിധിയുള്ളത് കൊണ്ടും നിയമപരമായ ഇത് അവർക്ക് എതിരാണ് എന്നുള്ളൊരു സാഹചര്യം, അതിനെ എങ്ങനെ മറികടക്കാമെന്നുള്ള നിയമസാധ്യതയാണ് ഇനിയിപ്പോൾ സർക്കാരിന് ആരായാനുള്ളത്. നിലവിൽ LDF സർക്കാർ തുടർന്ന് വന്നത് ഈ സർവേ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ്. ആ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ മറ്റേതെങ്കിലും തരത്തിൽ ഹൈക്കോടതിക്ക് ഇടപെടുക. കാരണം ഇത് ഹൈക്കോടതിയുടെ ഉത്തരവാണ്. സുപ്രീം കോടതിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട്
സ്റ്റേ പോയപ്പോൾ ആ ഹർജി തള്ളുന്ന സാഹചര്യമായുള്ളത്. അതായത് ഹൈക്കോടതി വിധിയെ സുപ്രീം കോടതി മാനിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതായിരിക്കും സർക്കാർ ഇനി ആലോചിക്കുക. അതിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പുനരധിവാസത്തിലേക്ക് പോകേണ്ടി വരും. എന്തായാലും 8 ദളിത് കുടുംബങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് ധാർമ്മികമായ ഒരു പ്രശ്നമാകുമ്പോൾ അതിന് രാഷ്ട്രീയമാനം കൂടി ഇതിൽ കലരുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും UDF സർക്കാർ അധികാരത്തിലേക്ക് അടുത്ത നിമിഷം തന്നെ ഇങ്ങനത്തെ ഒരു സമരത്തിലേക്ക് പോകുന്നു. പോലീസ് ഇടപെടലുണ്ടാകുന്നു, പോലീസ് മനുഷ്യത്വരഹിതമായി ഇടപെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇത് CPM ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ പ്രതിപക്ഷമായി CPM ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ സമരത്തിലൊന്നായി മാറാനുള്ള സാധ്യതയും കണക്കിലെടുത്തായിരിക്കും സർക്കാർ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും ഇവർക്ക് എല്ലാ സംരക്ഷണവും നൽകുന്ന റോബ്ജി ജോൺ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ നിയമപരമായുള്ള ഒരു സാധ്യതയും പരിശോധിക്കുകയാണ് സർക്കാർ ഇങ്ങനെ വാഗ്ദാനം നൽകുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം മുൻ MLA ശ്രീവിജയൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം CPM ഇത്തരം സമരക്കാരെ ഇത്തരം ആശങ്കയിലാഴ്ത്തുന്ന നടപടിയാണ്. അത് ഒരു ആഭ്യന്തര ലഹളയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമാണ് CPM ഉണ്ടാക്കുന്നത് എന്ന് സ്ഥലം MLA VP സജീന്ദ്രനും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് നയിക്കാതിരിക്കാനുള്ള, അതല്ലെങ്കിൽ അത്തരം ഒരു വലിയ സമരത്തിലേക്ക് നയിക്കാതിരിക്കാനുള്ള എല്ലാ സാധ്യതയും സർക്കാർ ഈ വിഷയത്തിൽ തേടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഹരി, സാഹചര്യമാണ് നിൽക്കുന്നത്. തിങ്കളാഴ്ചയാണ് സർക്കാർ വീണ്ടും കോടതിയിലേക്ക് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയുടെ റിപ്പോർട്ട് തേടിയിരുന്നു 2 ദിവസങ്ങൾക്ക് മുമ്പ്. അത് 3 ദിവസത്തിനുള്ളിൽ നൽകണമെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പോലീസിന് ഭാവിയിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് തന്നെയായിരുന്നു അതിൻ്റെയും കാര്യങ്ങൾ നോക്കിയിരുന്നത്. എന്തായാലും അജ്ഞരവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. ജാതി നോക്കി സർവകലാശാല VC നിയമനം നടത്തുന്ന രീതി അവസാനിപ്പിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. VC നിയമനത്തിൽ ക്വാളിറ്റി മാത്രമാകും മാനദണ്ഡമെന്നും ന്യൂസ് 18 അഭിമുഖത്തിൽ റോജി എം ജോൺ പറഞ്ഞു. ഈ കേരളത്തിലൊരു വിചിത്രമായ കാര്യം, കേരളത്തിലെ സർവകലാശാലയുടെ VCയെ നിയമിക്കുന്നതിന് ഒരു ജാതി സമവാക്യമുണ്ട്. അപ്പം അത് മറികടന്ന് അപൂർവമായിട്ടേ നിയമിക്കാറുള്ളൂ. അത് ഒരു യഥാർത്ഥത്തിൽ VC വൈസ് ചാൻസലർ. എന്നാൽ ഇത്രയും കാലത്തിനിടയിൽ ഒരു ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരാളെ പോലും, എത്രയോ അക്കാഡമിഷ്യന്മാരുണ്ട്, പക്ഷേ ഒരാളെ പോലും കേരളത്തിൽ ഒരു സർവകലാശാലയുടെ VC ആയി നിയമിച്ചില്ല. അത് കേരളത്തിന് തന്നെ ഒരു നാണക്കേടാണ്. അപ്പോൾ ഈ ജാതി നോക്കി ഇന്ന മതവിഭാഗത്തിൽ ഇന്ന ജാതിക്ക് ഇന്ന സർവകലാശാലയുടെ VC, ആ രീതിക്ക് ഇനിയെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും സർവകലാശാലകളിലെ ഇത്തരം നിയമനങ്ങളിൽ ഒറ്റ മാനദണ്ഡം ക്വാളിറ്റി മാത്രമായിരിക്കണം. അതിനപ്പുറത്തേക്കുള്ള ചിന്തകൾ വരുമ്പോഴാണ് സർവകലാശാലകൾക്ക് അതിൻ്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സർവകലാശാലകളുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്നത്. അത് സർവകലാശാലകളിൽ മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം ക്വാളിറ്റിയിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസ് പാടില്ല എന്നുള്ളതാണ് ഞങ്ങളൊക്കെ കാണുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർത്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് നടക്കും. 10:30 പോലീസ് ആസ്ഥാനത്താണ് യോഗം. ക്രമസമാധാനം, ലഹരി വിരുദ്ധ പദ്ധതികൾ എന്നിവയെക്കുറിച്ച് ചർച്ച നടക്കും. SP മാർ മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരാകും യോഗത്തിൽ പങ്കെടുക്കുക. ക്രമസമാധാന നിലയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിക്കും. ശേഷം ആഭ്യന്തരമന്ത്രി പോലീസ് നയം പ്രഖ്യാപിക്കും. ആഭ്യന്തരമന്ത്രിയുടെ ഉപദേഷ്ടാവ് A ഹേമചന്ദ്രനും പങ്കെടുക്കും. സാരംഗ് സുധാകരനുണ്ട് വിശദാംശങ്ങളുമായി. സാരംഗ്, 10 വർഷത്തിന് ശേഷം ആഭ്യന്തരമന്ത്രിയെ വീണ്ടും രമേശ് ചെന്നിത്തല വരുമ്പോഴേക്കും എന്തൊക്കെയായിരിക്കാം പുതിയ പോലീസ് നയങ്ങളായിട്ട് വരാൻ പോകുന്നത്? പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായാലും അത്ഭുതപ്പെടേണ്ട സാഹചര്യമില്ല അല്ലേ? ഹരി, ഇന്ന് നടക്കുന്ന യോഗം പ്രധാനമായും ക്രമസമാധാന നിലയും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും മറ്റുമായിരിക്കും യോഗം ചർച്ച ചെയ്യുക. ഒപ്പം തന്നെ ലഹരി വിരുദ്ധ നയം അല്ലെങ്കിൽ പോലീസ് നയം എന്തായിരിക്കും വരുന്ന വർഷങ്ങളിൽ, അല്ലെങ്കിൽ ഈ ഒരു സർക്കാരിന്റെ കാലഘട്ടത്തിൽ എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല 10 വർഷത്തിന് ശേഷമാണ് പുതിയ ആഭ്യന്തരമന്ത്രി ചുമതലയെടുത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നത്. എന്തായാലും പുതിയ UDF സർക്കാരിന്റെ പോലീസ് നയവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത ഈ യോഗത്തിന് ശേഷമായിരിക്കും വരിക. മാത്രമല്ല ക്രമസമാധാന പ്രശ്നങ്ങൾ, പിന്നെ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ ലഹരിയുടെ വ്യാപനമെല്ലാം ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്ത് തന്നെയായാലും ഇതിനൊപ്പം തന്നെ പോലീസ് തലപ്പത്തടക്കം അഴിച്ചുപണികൾക്ക് സാധ്യത ഇതിനു മുൻപ് തന്നെ അറിയിച്ചിരുന്നു. ഒപ്പം പലരെയും, പല താക്കോൽ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന പല ഉദ്യോഗസ്ഥരെയും അവിടെ നിന്ന് മാറ്റുന്നു. മാത്രമല്ല ഈ രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങളിൽ എന്ത് കടുത്ത നിലപാടിലേക്ക് എങ്ങനെയൊക്കെ പോകും, അതിന് പ്രത്യേക അന്വേഷണ സംഘം അടക്കം രൂപീകരിച്ചിട്ടുണ്ട്. അതിലടക്കം ആ വിഷയങ്ങളടക്കം ഈ ഒരു യോഗത്തിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ടോ? എന്തായാലും ഈ ഒരു പോലീസ് നയവുമായി ബന്ധപ്പെട്ടായിരിക്കും ഈ യോഗം പ്രധാനമായും അജണ്ട ചർച്ച ചെയ്യുക. ഒപ്പം തന്നെ
ലഹരി വ്യാപനം പരമാവധി തടയുക എന്നത് രമേശ് ചെന്നിത്തല ഇതിനു മുൻപ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒപ്പം ഇതിനു മുൻപ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മുൻപരിചയവും അദ്ദേഹത്തിനുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ പോലീസിന്റെ കൈകാര്യം, അതായത് ഇത്തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളും ഒപ്പം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും മറ്റ് പോലീസ് പ്രവർത്തികളെല്ലാം ഈ യോഗം ചർച്ച ചെയ്യുകയും പോലീസ് നയം രൂപീകരിക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഹരി, യെസ്, സാഹചര്യങ്ങൾ കൃത്യമായിട്ടാണ് സാറംഗ് പറഞ്ഞത്. പുതിയ നയങ്ങൾ, ക്രമസമാധാനം, ലഹരി നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആയിരിക്കും ഇന്ന് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. സാരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് നമ്മൾ പോകുന്നത് ധർമ്മസ്ഥലയിലേക്കാണ്. നിർണായക നീക്കങ്ങളുമായി SIT എത്തിയിട്ടുണ്ട്. കൊലപാതക പരമ്പരയ്ക്ക് തെളിവിനായി കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി യഥാർത്ഥമാണെന്ന് FSL റിപ്പോർട്ട് വന്നതോടെ രംഗം പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് SIT. ബംഗ്ലഗുഡയിൽ നിന്ന് വിറ്റൽ ഗൌഡ തലയോട്ടി എടുക്കുന്നതിന് ദൃക്സാക്ഷിയായ പ്രദീപ് കുലാലിനോടും സംഘത്തോടും ഒപ്പം എത്തിയാണ് പുനരാവിഷ്കരണം നടത്തിയത്. അന്നേ ദിവസം നടന്ന സംഭവങ്ങൾ, അന്ന് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പുനരാവിഷ്കരിച്ചത്. ഇതിനിടയിൽ പ്രദേശത്ത് നിന്ന് ലഭിച്ച അസ്ഥികൂടങ്ങളിൽ പരാതി ലഭിച്ച 2 പേരുടെ DNA സാമ്പിളുകൾ സാമ്യമായിട്ടുണ്ട്. ഇതോടെ അന്വേഷണത്തിൽ കൂടുതൽ അസ്ഥികൂട അവശിഷ്ടങ്ങൾ തിരിച്ചറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് SIT. ജൂൺ ആദ്യ വാരത്തിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധന പുനരാരംഭിച്ചേക്കും. KB ബൈജു ഉണ്ട് വിശദാംശങ്ങളുമായി. ബൈജു, കുറച്ചൊരു ഇടവേള ഉണ്ടായിരുന്നു. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള വിവരങ്ങൾ കിട്ടിയിരുന്നില്ല. അതിനിടയിലാണ് നിർണായകമായ SITയുടെ ഈ ഒരു കാര്യങ്ങൾ വരുന്നത്, ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് വരുന്നത്. 2 സാമ്പിളുകൾ മാച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് നിർണായകമായ നീക്കം തന്നെയാണ്. ഒരു കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ബൈജു ഉൾപ്പെടെ എത്രയോ നാളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരുന്നതാണ്. അവിടെ നിന്നും ഇപ്പോഴിതാ ഒരു ബ്രേക്ക് ത്രൂ എന്ന രീതിയിൽ തന്നെ പറയണമല്ലോ. തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും ഹരി. കാരണം ഇതിൽ ഏറ്റവും പ്രധാനം ഈ ലഭിച്ച അസ്ഥികൂടങ്ങൾ, അതോടൊപ്പം നിരവധി അസ്ഥികൂട അവശിഷ്ടങ്ങൾ, ഇതിന് ഉത്തരം കൃത്യമായി കിട്ടേണ്ടതുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഫോറൻസിക് പരിശോധനാ ഫലത്തിലൂടെ വ്യക്തമായിരിക്കുന്നത്. അതായത് കൃത്യമായി കൊലപാതകം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ ബംഗളൂരുവിലെ ഫോറൻസിക് പരിശോധനാ ലാബിൽ നിന്നും ഇത് പരിശോധിച്ചപ്പോൾ ആ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. അത് തന്നെയാണ് ഈ കേസിൽ ഇപ്പോൾ വലിയ വഴിത്തിരിവായിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. എന്തായാലും ഈ SIT സംഘം വിശദമായൊരു പരിശോധനയിലേക്ക്, വിപുലമായ ഒരു പരിശോധനയിലേക്ക് വീണ്ടും കടക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ജൂൺ ആദ്യ വാരത്തോടുകൂടി, അതായത് ബംഗളഗുഡ കേന്ദ്രീകരിച്ച് വിപുലമായ ഒരു തെരച്ചിൽ നടത്താനുള്ള ഒരു ഒരുക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ കോടതിയുടെ ചില ഉത്തരവൊക്കെ ലഭിക്കേണ്ടതുണ്ട്. കാരണം ഇതുവരെ ഉണ്ടായ സംഭവ വികാസങ്ങൾ, അതായത് ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം ഉൾപ്പെടെ ബൽത്തങ്ങാടി കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും തുടർ നീക്കങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ബംഗളഗുഡയിൽ നിഗൂഢമായ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഈ SIT ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ കേൾക്കുന്നതിനും അപ്പുറം വലിയ തോതിലുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ബംഗളഗുഡയിൽ നിന്നും പുറത്തു വന്നേക്കാം. അതുതന്നെയാണ് SIT ഉദ്യോഗസ്ഥർ പറയുന്നത്. ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ നിർണായകമായ മറ്റു ചില വിവരങ്ങളൊക്കെ ഉണ്ട്. ഈ കേസിന്റെ അന്വേഷണത്തെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ അത്തരം വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നില്ല. കൂടുതൽ ഈ ലഭിച്ച അസ്ഥികൂടങ്ങളിൽ കൂടുതൽ എണ്ണവും തിരിച്ചറിയുന്നതായ ഒക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും അത് ആധികാരികമായി SIT തന്നെയാണ് പുറത്തു പറയേണ്ടത്. നിലവിൽ നമുക്ക് സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നത് 2 അസ്ഥികളാണ്. ഇത്തരത്തിൽ കുടകിൽ നിന്നും അതുപോലെ തന്നെ ബംഗളൂരിൽ നിന്നും കാണാതായ 2 പേരുടെ അസ്ഥിയാണ് ഇപ്പോൾ DNA മാച്ച് ആയിട്ടുള്ളത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹരീഷ് തുടക്കത്തിൽ സൂചിപ്പിച്ച തലയോട്ടിയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ഈ തലയോട്ടിയാണ് ഈ കേസിൽ വലിയ തോതിൽ ചർച്ചാ വിഷയമായത്. അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ 100 കണക്കിന് യുവതികളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി ഈ ഒരു ബംഗളഗുഡയും അത് ഈ ധർമ്മസ്ഥലയിലെ പല ഭാഗങ്ങളിലുമായി താൻ സംസ്കരിച്ചിട്ടുണ്ടെന്നായിരുന്നു ചിന്നയ്യ ആദ്യം മൊഴി നൽകിയിരുന്നത്. അതിന് തെളിവായാണ് ഈ തലയോട്ടി എടുത്തിരുന്നത്. പക്ഷേ ആ തലയോട്ടി ഒരു വ്യാജ തെളിവ് എന്ന നിലയിലായിരുന്നു വലിയ തോതിൽ പ്രചരണമുണ്ടായത്. പക്ഷെ അത് അങ്ങനെയല്ല, അത് ബംഗളഗുഡയിൽ നിന്നും എടുത്ത തലയോട്ടി തന്നെയാണ് എന്നിപ്പോൾ ഫോറൻസിക് പരിശോധനാ ഫലം വ്യക്തമാക്കുന്നത്. കാരണം ഈ തലയോട്ടിയിലുണ്ടായ മണ്ണും അതോടൊപ്പം ഈ ബംഗളഗുഡയിലെ മണ്ണും അത് രണ്ടും സാമ്യമുണ്ടായി എന്നതാണ് ഈ കേസിൽ വലിയ വഴിത്തിരിവായിരിക്കുന്നത്. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 പേരുടേതെങ്കിലും ഒരു DNA പരിശോധനാ ഫലം മാച്ചാണെന്ന സ്ഥിരീകരണം വരുന്നതും ഈ കേസിൽ വലിയ വഴിത്തിരിവായിരിക്കും. ഇനി കൂടുതൽ പേരുടെ ഇത്തരത്തിൽ DNA പരിശോധനാ ഫലം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഈ അന്വേഷണം തുടങ്ങിയതിനു ശേഷം 74 പേരുടെ കാണാതായ പരാതികളാണ് ഇപ്പോൾ ധർമ്മസ്ഥല ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ വന്നിട്ടുള്ളത്. ഇവരുടെ എല്ലാം DNA പരിശോധനാ ഫലം ശേഖരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോറൻസിക് ലാബിൽ നിന്നും വന്ന റിപ്പോർട്ട് പ്രകാരം ഇത് മാച്ച് ആവുന്നുണ്ടോ എന്നതാണ് ഇപ്പോൾ പ്രധാനമായും നോക്കുന്നത്. അതോടൊപ്പം ഇതിൽ തുടക്കത്തിൽ വലിയ സാക്ഷിയായി ഉണ്ടായ ചിന്നയ്യ എന്ന് പറയുന്ന മാസ്ക് മാൻ ഏറ്റവും ഒടുവിലായി കൂറുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഏത് സാഹചര്യത്തിലാണെന്ന് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ധർമ്മസ്ഥല വീണ്ടും സജീവ ചർച്ചാ
ആകാൻ പോകുന്നു എന്ന സൂചനകളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഒരു പക്ഷേ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഈ കേസിൽ പ്രതികളാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതിൽ നിന്നും മാറി ഇതിൽ കൊലപാതകം നിരവധി കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, കൂട്ട സംസ്കാരം ഇവിടെ ഈ ഒരു ബംഗളകുട്ടിയിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഫോറൻസിക് പരിശോധനാ ഫലം വിരൽ ചൂണ്ടുന്നത്. അങ്ങനെയാണെങ്കിൽ മണ്ണിൽ കുഴിച്ചു മൂടപ്പെട്ട ആ രഹസ്യം, അതായത് 3 പതിറ്റാണ്ടുകൾക്ക് അപ്പുറം കുഴിച്ചു മൂടപ്പെട്ട ആ രഹസ്യം പുറത്തു വരുമോ എന്നാണ് ഏറ്റവും പ്രധാനമായും കാണുന്നത്. അതിനുള്ള ഒരുക്കം SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഏതായാലും മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ഈ കാര്യത്തിൽ പൂർണ്ണ പിന്തുണയാണ് SITക്ക് നൽകിയിരുന്നത്. ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിന്റെ നിർണായക ഘട്ടത്തിൽ ഈ SIT പിരിച്ചുവിടുമെന്നൊക്കെ വലിയ തോതിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതല്ല, SIT അതേ രീതിയിൽ തന്നെ അവരുടെ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. പ്രധാനമായും ഈ ഒരു FSL റിപ്പോർട്ട് വരാനായിരുന്നു പ്രധാനമായും ഈ ഒരു സംഘം കാത്തിരുന്നത്. അത് അവർക്ക് ലഭിച്ചിരിക്കുന്നു. നിരവധി വിവരങ്ങൾ ഈ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും അതിപ്പോൾ പുറത്ത് വിടുന്നില്ല. കാരണം നമ്മളോടും ചില കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ അത് അന്വേഷണത്തിന് ബാധിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് പറയുക വയ്യ. ഏതായാലും വൈകാതെ തന്നെ പല തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നേക്കാം. അത് തന്നെയാണ് SIT ഇപ്പോൾ അത് തേടിയുള്ള ഒരു അന്വേഷണമാണ് SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഏതായാലും 2025 ജൂലൈ 15 ആദ്യം ന്യൂസ് 18 ധർമ്മസ്ഥലയിലെത്തുന്നത്. അവിടെ സംസാരിക്കാൻ കഴിയാതെ, സംസാരിക്കാൻ വേദി ഇല്ലാത്ത ഒരുപാട് ആളുകൾ, ഉറ്റവർ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മൾ അന്ന് കണ്ടു. അത് നമ്മൾ പുറം ലോകത്തെത്തിച്ചു. പിന്നീട് അത് വലിയ വിപ്ലവമായി അത് എല്ലാ ചാനലുകളും ഏറ്റെടുത്തു. പ്രത്യേകിച്ച് കന്നഡ ചാനൽ നിശബ്ദമായിരുന്നു അത്ര വരെ. പിന്നീട് നിശബ്ദമായ ആ കന്നഡ ചാനലുകളെല്ലാം കൂട്ടത്തോടെ ഈ വാർത്തകൾ കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് നടന്ന അന്വേഷണം അത് ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ അത്രത്തോളം വലിയൊരു അന്വേഷണമായിരുന്നു. ഇതിൽ സിനിമാ കഥകളെ വെല്ലുന്ന തരത്തിലുള്ള പലതരം സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. അത് ആ അന്വേഷണ ഘട്ടത്തിലൊക്കെ നമ്മൾ 1 മുതൽ 13 വരെ നേത്രാവതി പുഴയുടെ ഓരോ തീരത്തും മാർക്ക് ചെയ്ത് അവിടെ കുഴിച്ചു പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം, അതായത് 30 വർഷത്തോളം പഴക്കമുള്ള ഈ ഒരു കഥ, ഇത് ആരംഭിക്കുന്ന ഈ ഒരു കഥ, അതിൽ പല സ്ഥലത്തും പരിശോധന നടത്തിയപ്പോൾ മണ്ണ് മൂടിയതും റോഡിന്റെ നിർമ്മാണമൊക്കെ കാരണം അവിടെ ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചില്ല. പക്ഷേ ബംഗളഗുഡ അങ്ങനെയല്ല, അതൊരു വനപ്രദേശമാണ്. ആ ബംഗളഗുഡ പരിശോധന നടത്തുമ്പോൾ അവിടെ നിരവധി ഇത്തരത്തിലുള്ള അസ്ഥികൂടാവശിഷ്ടങ്ങൾ, പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടങ്ങൾ ഒക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ പഴക്കമുള്ളതുണ്ട്, 2020-ലും 2023-ലും ഒക്കെയുള്ള മൃതദേഹങ്ങളുണ്ട്. അങ്ങനെ അത് സ്ത്രീയുടേതുണ്ട്, പുരുഷൻ്റേതുണ്ട്, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുണ്ട്. അങ്ങനെ നിരവധി അസ്ഥികൂടങ്ങൾ ലഭിക്കുന്നു. അതായത് 1000-ഓളം അസ്ഥികൂട ഭാഗങ്ങളും 8 പൂർണ്ണ അസ്ഥികൂടങ്ങളാണ് ലഭിച്ചത്. ഏതായാലും ഇത് പരിശോധന നടത്തിയതിനു ശേഷം, ഇതിന്റെ ഫോറൻസിക് പരിശോധന നടത്തിയതിനു ശേഷം തുടരന്വേഷണം മതി എന്നൊരു നിലപാടിലായിരുന്നു SIT ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഫോറൻസിക് ലാബിലേക്ക്, ബംഗളൂരുവിലേക്ക് ഈ ഒരു പരിശോധനയ്ക്കായി അയക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ പരിശോധനാ ഫലം വന്നത്. ഞെട്ടിപ്പിക്കുന്ന പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചതുപോലെ, ഈ തുടക്കത്തിൽ സാക്ഷി ആരോപിച്ചതുപോലെ ഇവിടെ നിരവധി കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഇനി അത് എന്തിനാണ് ഇത്തരം കൊലപാതകങ്ങൾ നടന്നത്, ബലാത്സംഗം നടന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഏതായാലും ഇതിൽ പ്രതികളായവരെ ഒക്കെ അന്നത്തെ ആ പ്രതികളായവരൊക്കെ പലർക്കും ഇപ്പോഴും അറിയാം. കാരണം സൗജന്യ കേസിലൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു, അവിടെയുള്ള ആളുകൾ പ്രതികളെ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ നിരപരാധിയായ ആളുകളെയാണ് ഈ കേസിൽ കൊടുക്കേണ്ട ആരോപണം അവർ തന്നെ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഇപ്പോഴും അവർ അവിടെ ജീവിച്ചിരിപ്പുണ്ട്. ധർമ്മസ്ഥലയുടെ മണ്ണിൽ ഇത്തരം ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരെല്ലാം നിയമത്തിന് മുന്നിൽ വരുമോ, ഇവർക്ക് കയ്യാമം വിലങ്ങു വെക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. അത് ഇനി ഏറെ വൈകാതെ തന്നെ ഇതിലൊരു അന്തിമ കുറ്റപത്രം ഈ SIT സംഘത്തിന് കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അതിന് അധികം താമസമില്ലാതെ തന്നെ അത്തരം നടപടികൾ നടക്കും. അതിനു മുമ്പ് അവസാനമായുള്ളൊരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് ഈ രംഗം പുനരാവിഷ്കരിച്ചു. പ്രത്യേകിച്ച് തലയോട്ടി, ആ ബംഗളകുട്ടയിൽ നിന്നും പുറത്തേക്കെടുത്ത ആ ഒരു രംഗമാണ് ഇപ്പോൾ പുനരാവിഷ്കരിച്ചിരിക്കുന്നത്. അതേ വസ്ത്രം, അന്ന് 2025-ൽ ഈ ഒരു തലയോട്ടി പുറത്തെടുക്കുമ്പോൾ ഉപയോഗിച്ച അതേ വസ്ത്രം, അതേ രീതിയിൽ എവിടുന്നാണോ ഈ ഒരു അസ്ഥികൂടം എടുത്തത് അവിടെ കുഴിച്ച് അത് പുറത്തേക്കെടുക്കുന്ന രീതിയിലുള്ള രംഗമാണ് പുനരാവിഷ്കരിച്ചത്. അത് വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിൽ നിർണായകമായ നീക്കങ്ങൾ SIT നടത്തുന്നു എന്നതാണ് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ബംഗളകുട്ട നമുക്കറിയാം, ആളുകൾ അധികം കടന്നു ചെല്ലാത്ത, വിഷപ്പാമ്പുകൾ ഉൾപ്പെടെയുള്ള കാട് മൂടിയ പ്രദേശമാണ്. അവിടെ വെളിച്ചം ഇല്ലാത്തൊരു പ്രദേശമാണ്. അവിടെ ജനറേറ്റർ സൗകര്യം ഏർപ്പെടുത്തി വലിയ തോതിൽ വെളിച്ചങ്ങളൊക്കെ ഇപ്പോൾ അവിടെ SIT ഏർപ്പെടുത്തുന്നുണ്ട്. അത് ഇനി എന്ത് നീക്കത്തിന്റെ ഭാഗമാണെന്ന്
നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. വൈകാതെ തന്നെ അത്തരം രാത്രിയും പകലും എന്നില്ലാതെ വലിയ അന്വേഷണത്തിലേക്കാണോ SIT കടക്കുന്നതെന്നാണ് ഇനി അറിയേണ്ടത്. മാത്രമല്ല വിദഗ്ധരായ സംഘം ബംഗളൂരുവിൽ നിന്നുള്ള ഫോറൻസിക് വിദഗ്ധർ ധർമ്മസ്ഥലയിൽ എത്തിയിട്ടുണ്ട്. അവരും കഴിഞ്ഞ ദിവസം ഈ രംഗം പുനരാവിഷ്കരിക്കുന്ന സമയത്ത് അവരും ഉണ്ടായിരുന്നു. ഫോറൻസിക് ഇപ്പോൾ ഈ ഒരു പരിശോധനാ ഫലം പുറത്തു വന്ന അതേ ലാബിലെ ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. എന്നാലും SITയുടെ ഭാഗത്തു നിന്നും വളരെ നിർണായകമായ നീക്കം, അത് അവസാനത്തെ ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ മാത്രമല്ല, വലിയ തോതിൽ വ്യാജ ആരോപണം എന്നൊക്കെ പറഞ്ഞ് ഇതിനെ പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങിയവർ അവർക്കെല്ലാം മറുപടിയായി SITയുടെ നിർണായകമായ നീക്കം അത് തന്നെയാണ് കാണേണ്ടിയിരിക്കുന്നത്. തർക്കമില്ല. കഴിഞ്ഞ വർഷം പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 KV ബൈജുവിന്റെ നേതൃത്വത്തിൽ പൊക്കൊണ്ടിരുന്നപ്പോഴേക്കും പല മാധ്യമങ്ങളും ഇത് ഏറ്റെടുത്തത് പോലുമില്ല. ആ സാഹചര്യത്തിൽ ന്യൂസ് 18 ഈ വാർത്തയുമായി മുന്നോട്ട് പോയി. അതിനിടയിൽ കുറച്ചിടവേളയ്ക്ക് ശേഷം ഒരു നിർണായകമായ കണ്ടെത്തൽ SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. FSL റിപ്പോർട്ട് വരുന്നു. അതിൽ DNA സാമ്യം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമായ ഘട്ടം. ഇനി SITയുടെ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് രാത്രിയും പകലുമായി നീണ്ടു നിൽക്കുന്ന അന്വേഷണങ്ങൾ ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ചും കാര്യങ്ങളുണ്ട്. ഏതായാലും ഒരു നിർണായകമായ ഒരു ബ്രേക്ക് ത്രൂ ആണ് ഈ കേസിൽ സംഭവിച്ചിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. ഇടവേളയിലേക്ക് പോവുകയാണ്. മടങ്ങിയെത്താം. കേസിൽ അറസ്റ്റിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. ഒന്നാം പ്രതി സിന്ധു, മഞ്ജിമ, അലീന, ബിലാൽ തുടങ്ങിയവർ റിമാൻഡിലാണ്. കേസിൽ കൂടുതൽ പ്രതികളും ഇരകളും ഒരുപോലെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യൽ അനിവാര്യമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ദുബായിലുള്ള 2 പ്രതികൾ കൂടി ഇനിയും പിടിയിലാകാനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഡാനി പോൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, നമ്മൾ കുറച്ചധികം ദിവസങ്ങളായി ഈ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് ഓരോ അപ്ഡേറ്റുകൾ പുറത്തു വരുന്നു. പരാതികൾ കൂടുന്നു, ഇരകൾ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനിടയിൽ ബിലാലിന്റെ റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോഴേക്കും വീണ്ടും ഞെട്ടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 2 പേരെയും കൂടി ഇനിയും പിടികൂടാനുണ്ടെന്ന് മനസ്സിലാവുന്നു. ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഹരി, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ കേസിലെ ഈ ബിലാൽ ഉൾപ്പെടെയുള്ളവർ, പ്രതികളായ ബിലാൽ ഉൾപ്പെടെയുള്ളവർ ഇരകളെ അവർ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്, അവർ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം ഇവരുടെ മൊഴികളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിലാലിൽ നിന്നടക്കം ഇവർക്ക് ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഈ പരാതിക്കാരിയായ യുവതി തന്നെയാണിത് പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അവരുടെ മൊഴിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ അനുഭവം തന്നെ മറ്റുള്ളവർക്കുണ്ടോ എന്നത് ഇനി അവരുടെ മൊഴികൾ കൂടി വിശദമായി ശേഖരിക്കുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഒപ്പം തന്നെയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിദേശത്തുള്ള പ്രതികൾ ഷംനയും അതോടൊപ്പം തന്നെ റഹ്മത്ത് എന്ന് പറയുന്ന 2 പേര്, ഇവരും നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. കാരണം ഇതിൽ കൂടുതൽ പേർക്ക് ബന്ധമുണ്ട്, കൂടുതൽ ആളുകൾക്ക് ഇതിൽ ബന്ധമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിദേശത്ത് ഈ റാക്കറ്റിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതും എല്ലാം തന്നെ സിന്ധുവും അതോടൊപ്പം തന്നെ ഈ ഷംനയും റഹ്മത്തും എല്ലാം കൂടി ചേർന്നായിരുന്നു. പക്ഷെ അതിനു മുകളിലും ഇവർക്ക് ആളുകൾ ഉണ്ടാകാമെന്ന രീതിയിലാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. അത് കേരളത്തിൽ നിന്നുള്ളവരെ മാത്രമല്ല, ഇതര സംസ്ഥാനത്തു നിന്നുള്ളവരെ പലരെയും തന്നെ ഇത് സമാനമായ രീതിയിൽ പറഞ്ഞ് പറ്റിച്ച് വിദേശത്ത് എത്തിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് അടക്കം നീങ്ങുന്നു. ഈ 4 പേരെയും തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട 4 പേരെയും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയിട്ടുണ്ട്. വൈകാതെ ഇവർക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷകളടക്കം സമർപ്പിക്കുകയും ചെയ്യും. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ഈ സംഘത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ സംബന്ധിയായി വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതോടൊപ്പം തന്നെയാണ് ഇവരുടെ ഗുണ്ടാബന്ധങ്ങൾ, പ്രത്യേകിച്ച് അലീനയ്ക്കും സിന്ധുവിനുമുള്ള ഗുണ്ടാബന്ധങ്ങൾ ബിലാലിനും സമാനമായ രീതിയിൽ തന്നെയാണ്. അവർക്ക് കൊച്ചി കേന്ദ്രീകരിച്ച് ഗുണ്ടാ സംഘങ്ങളുമായുള്ള ബന്ധവും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. സംശയിക്കപ്പെടുന്ന ഇവരുമായി ബന്ധം പുലർത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ള ഔറംഗസേബ് എന്നടക്കമുള്ള ഗുണ്ടാ സംഘത്തെ അടക്കം ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്കും അന്വേഷണ സംഘം കടക്കുകയാണ്. അല്ലെ ഡാനി, അത് തന്നെയാണല്ലോ ഈ ഗുണ്ടാ ബന്ധങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ അലീനയുടെ ശബ്ദരേഖ പുറത്തു വന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ബിലാലിന്റെ തന്നെ ലേറ്റസ്റ്റ് റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്ന കാര്യം, ഓരോ യുവതികളെ എത്തിക്കുമ്പോൾ പോലും 1 ലക്ഷം രൂപയോളം ഈ കമ്മീഷൻ കിട്ടുന്നു എന്നുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ഓരോ അപ്ഡേറ്റുകളായിട്ട് പുറത്തു വരുമ്പോൾ ഇതിന് പിന്നിൽ ഇനിയും ആളുകളുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തണം. തീർച്ചയായും ഹരി, തീർച്ചയായും. കാരണം അത് തന്നെയാണ്. കാരണം ഇതൊരു ചെറിയ സംഘമല്ല. കാരണം ഇതിന്റെ ഒരു ചെയ്തികൾ സംബന്ധിയായ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കും. കാരണം ഇത് ഈ കുറച്ച് സ്ത്രീകൾക്ക് മാത്രം ചെയ്തുകൊണ്ട് പോകാൻ, അല്ലെങ്കിൽ അവർക്ക് മറ്റാരുടെയും സഹായമില്ലാതെ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും തന്നെയല്ല ഇവരുടെ നടത്തിക്കൊണ്ടിരുന്നത്. വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ അവർക്കുണ്ട്. കാരണം ഇതുപോലെ സ്ത്രീകളെ മോഡലിംഗ് പറഞ്ഞ് പറ്റിച്ച് ഇവിടേക്ക് എത്തിക്കുക, തുടർന്ന് വിദേശത്തേക്ക് കടത്തുക, അവിടെയുള്ള സെക്സ്
സെക്സ് റാക്കറ്റിനെ കൈമാറുക എന്നത് അടക്കം ഇവിടെയും അതോടൊപ്പം തന്നെ ദുബായിലും അടക്കം വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ ഇവർക്കുണ്ടെങ്കിൽ അത് കൂടുതൽ ആളുകൾ ഉൾപ്പെടാനുള്ള ഒരു സാധ്യത തന്നെയാണ്. അതൊരു പക്ഷേ മലയാളികളാകാം, അല്ലായിരിക്കാം. അങ്ങനെയുള്ള സംഘങ്ങൾ തന്നെ ഇതിൽ വളരെ ആസൂത്രിതമായി പ്രവർത്തിക്കുന്നു. ദുബായിലെ വൻകിട ഇത്തരം ഈ റാക്കറ്റുകൾ ആണ് ഇതിന് പിറകിലുള്ളത് എന്ന ഒരു സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് കൂടി നീങ്ങേണ്ടതുണ്ട്. ഒരു രാജ്യാന്തര ബന്ധത്തിലേക്ക് അടക്കം ഈ സ്റ്റോയിസിക്ക് ആ രീതിയിലുള്ള റാക്കറ്റുകളുമായിട്ട് സ്റ്റോയിസിക്ക് ബന്ധമുണ്ടായിരുന്നത്, സിന്ധു എന്ന സ്റ്റോയിസിക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. എന്തായാലും ഇനിയുള്ള പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിച്ചതിന് ശേഷമുള്ള ചോദ്യം ചെയ്യൽ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകം തന്നെയാണ്. കാരണം കൂടുതൽ പേരുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട യുവതികളിൽ ഒരാൾ അത് മാപ്പുസാക്ഷിയാകാനുള്ള ഒരു നീക്കമുണ്ട്. ചില വിവരങ്ങൾ അവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. ആ രീതിയിലേക്ക് കൂടി കാര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ വൈകാതെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷ. അറസ്റ്റ് ചെയ്ത ഒരാൾ മാപ്പുസാക്ഷിയാവാനുള്ള സാധ്യത ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിൽക്കുകയാണ്. എന്തായാലും ഇതൊരു വലിയ ശൃംഖലയാണ്. വലിയ പ്രതികൾ ഒരുപാട് പേരിലേക്ക് ഇത് എത്തുകയാണ്. എന്തായാലും ഓരോ ദിവസങ്ങളും പുറത്തു വരുന്ന കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്, അത്യന്തം ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. 2 പ്രതികളെ ഇനിയും പിടികൂടാനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കൊച്ചി സെക്സ് റാക്കറ്റ് കേസ് ഇനിയും വലിയ തരത്തിലേക്ക് നീങ്ങുകയാണ്. കൂടുതൽ ഇരകളും പ്രതികളും ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. നാളെ 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ട്. 26-ന് കാലവർഷം എത്തുമെന്നാണ് അറിയിപ്പ്. കാലവർഷം എത്താൻ ഇനി 3 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആശങ്കയിൽ കാസർഗോഡ് വീരമലക്കുന്ന്. കണ്ണൂർ കാസർഗോഡ് ദേശീയപാത കടന്നു പോകുന്ന പ്രദേശത്ത് ഏത് സമയത്തും മണ്ണിടിഞ്ഞു വീണ് അപകട സാധ്യത നിലനിൽക്കുകയാണ്. ശാസ്ത്രീയമായ രീതിയിൽ കുന്നിടിച്ചുള്ള റോഡ് നിർമ്മാണമാണ് ചെറുവത്തൂർ വീരമലക്കുന്നിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. ദേശീയ പാതയ്ക്കരികിലുള്ള വീരമലക്കുന്നിന് അപകടത്തുരുത്താണ്. ചരിത്ര പ്രാധാന്യമുള്ള വീരമലക്കുന്ന് അശാസ്ത്രീയമായ രീതിയിൽ ഇടിച്ചതാണ് വലിയ തോതിലുള്ള അപകട ഭീഷണി ഉയർത്തുന്നത്. ചെറിയ മഴ പെയ്താൽ ഇതുവഴിയുള്ള ഗതാഗതം നിർത്തിവെക്കുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോഴും ഈ കാലവർഷത്തിലും വലിയ അപകടാവസ്ഥയിൽ തന്നെയാണ് വീരമലക്കുന്നുള്ളത്. പല തവണ വേനൽ മഴയ്ക്ക് പോലും ഇടിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഈ കാലവർഷത്തിൽ ഇത് വലിയ ഭീഷണിയാകുന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മോടൊപ്പം പ്രദേശവാസികൾ തന്നെ ചേരുന്നു. എന്താണ് നിലവിൽ ഈ വീരമലക്കുന്നിൻ്റെ ഒരു അവസ്ഥ? ഈ വീരമലക്കുന്നിൻ്റെ ഈ പ്രദേശത്തിൻ്റെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും മണ്ണിൻ്റെ ഘടനയും വ്യക്തമായി അറിയുന്ന ഈ നാട്ടുകാർ തുടക്കം മുതൽ തന്നെ ഇതിൻ്റെ ആശങ്കകൾ അറിയിച്ചിരുന്നു. പക്ഷെ അവരാരും വേണ്ട രീതിയിൽ അത് ഗൗനിച്ചില്ല. അതിൻ്റെ അനന്തരഫലം കഴിഞ്ഞ വർഷം നമ്മൾ അനുഭവിച്ചു. അതിലും രൂക്ഷമായി ഇക്കൊല്ലം അനുഭവിക്കാനിരിക്കുന്നു. കുന്നിടുന്ന സമയത്ത് ഇതുവഴിയുള്ള ഗതാഗതം നിർത്തിവെക്കൽ അല്ലാതെ വേറെന്തെങ്കിലും ഒരു വഴി സ്വീകരിക്കുന്നത്, ഇതിനിടയിലാണ് ഒരു കാറിന് മുകളിൽ മണ്ണിടിയുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായത്. മണ്ണിടിഞ്ഞല്ലോ, കാറിൻ്റെ മേലെ മണ്ണിടിഞ്ഞ് ടീച്ചർ അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ്. അപ്പോഴും ഡിബേറ്റ് ചെയ്തു എന്നല്ലാണ്ട് ഗതാഗതം മാറ്റി അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. അന്ന് വന്നിട്ട് ഇത് ഒരു കൊല്ലമായി ഇപ്പോൾ പഠിച്ചു, എന്നിട്ട് പൂർണ്ണമായും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അധികൃതർ. അപ്പോൾ ഇപ്പോഴും മണ്ണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കയർ ഭൂവസ്ത്രമൊക്കെ ഇട്ട് കുറച്ച് ഭംഗിയാക്കാന്നൊക്കെ പറയുന്നുണ്ട്. അത് എത്രത്തോളം വിജയിക്കുന്നുള്ളത് കണ്ടറിയണം. ഇളകിക്കിടക്കുന്ന മണ്ണാണ് ഇത്, ഏത് സമയത്തും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. ഈ നെറ്റടിക്കുന്നത് തന്നെ ഈ ഭൂമി കുളിർത്ത മണ്ണിൽ നെറ്റടിച്ചതിനെ കൊണ്ട് നിലനിൽക്കുന്നു തോന്നുന്നില്ല. അതുപോലെ തന്നെ അങ്ങേ സൈഡിലാണ് കുന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇടിഞ്ഞു വീണത്. അവിടെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഉറച്ച മണ്ണിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞങ്ങൾ ഈ പണി തുടങ്ങുമ്പോൾ തന്നെ ഈ കുന്ന് ഇടിക്കുന്നതിനെതിരെ ഞങ്ങളെ ഇവിടുത്തെ മൈച്ച പ്രദേശവാസികൾ വളരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയുണ്ടായി. അന്ന് ഞങ്ങൾക്കെതിരെ കേസെടുത്തു. 3 വർഷത്തിൽ കൂടുതൽ ഞങ്ങൾ കേസിന് പോയി. ആ കേസ് ഇപ്പം പിൻവലിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ കിടക്കുന്നത്. ഇത് വളരെ ലൂസായിട്ടുള്ള മണ്ണാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഞങ്ങളുടെ നാട്ടിൽ പറയാൻ വെച്ചാൽ കൊല്ലി എന്ന് പറയും. ആ കൊല്ലിയിൽ നിന്ന് വളരെ ഇതായിട്ട് വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിന് യാതൊരു പരിഹാരവും കണ്ടിട്ടില്ല. ഇപ്പം മഴ പെയ്യുമ്പോൾ അതിലൂടെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അതിന് വേണ്ടുന്ന ഒരു വഴിയും ഇതുവരെ അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഈ പ്രദേശവാസികളുമായിട്ട് അവർ ബന്ധപ്പെട്ടിട്ട് എന്താ ഇതിൻ്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതിന് സമീപത്ത് തന്നെയാണ് മട്ട്ലായ് കുന്നുള്ളത്. നിലവിൽ മട്ട്ലായ് കുന്നിൻ്റെ ഒരു അവസ്ഥ എന്താണ്? ഇതേ അവസ്ഥയിലുള്ള ഇതേ തരം മണ്ണിൻ്റെ ഘടന തന്നെയാണ് അവിടെയുള്ളത്. അവിടെ ഒരുപാട് ഉയരത്തിൽ കുന്നിടിച്ച് ചതുപ്പ് നിലത്താണ് മണ്ണിട്ടിട്ടുള്ളത്. അത് സ്വാഭാവികമായി ആ മണ്ണ് അമരുമ്പോൾ റോഡിന് വിള്ളലൊക്കെ വരും.
അത് മനസ്സിലാക്കാനുള്ള ആ ഒരു ദീർഘദൃഷ്ടി അതിൻ്റെ ബന്ധപ്പെട്ട അധികൃതരും എഞ്ചിനീയർമാരും കാണിച്ചില്ല എന്നുള്ളത് സത്യമാണ്. പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം ഇതുവഴി നൂറുകണക്കിന് വാഹനങ്ങളാണ്, ഇത് കണ്ണൂർ കാസർഗോഡ് ദേശീയപാതയാണ്, നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഏത് സമയത്തും ഒരു ചെറിയ മഴ വന്നാൽ പോലും കുന്ന് ഇടിഞ്ഞ് റോഡിലേക്ക് പതിക്കുന്ന സാഹചര്യമാണുള്ളത്. അത് ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ എത്ര ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ കാലവർഷത്തിൽ ഇതിൻ്റെ നിർമ്മാണം അതല്ലെങ്കിൽ ഈ ഒരു അപകടാവസ്ഥ ഒഴിവാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ നാട്ടുകാർക്കില്ല. എന്തായാലും ഇനി വലിയ തോതിലുള്ളൊരു അപകട ഭീഷണി തന്നെയാണ് വീരമല കുന്നിലും സമീപത്തുള്ള മട്ട്ലായ് കുന്നിലും കാണാൻ സാധിക്കുന്നത്. മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇവിടുത്തെ നിർമ്മാണ ചുമതല. നേരത്തെ വലിയ ആരോപണം മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെയൊക്കെ ഉയർന്നതാണ്. എന്നാലും ഈ കാര്യത്തിൽ ഇനി ഏത് തരത്തിലുള്ള ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടാകും, അതല്ല ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ച് വഴിതിരിച്ച് വാഹനങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണോ ഉണ്ടാകുന്നത്, ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കനത്ത മഴയാണ് വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ പ്രവചനമുള്ളത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സ്ഥലമായി ഇപ്പോൾ വീരമല കുന്നും മട്ട്ലായ് കുന്നും മാറിയിരിക്കുന്നു. KB ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. ഒരിടവേള. പരാജിതരുടെ ഹീറോയാണ് കർണൻ. എങ്ങനെയോ VD സതീശന്റെയും ഇഷ്ട കഥാപാത്രമായി കർണൻ മാറി. പദവികളും അധികാര സിംഹാസനങ്ങളുമായിരുന്നില്ല, അകറ്റി നിർത്തലുകളും അവഗണനയും നൽകിയ ഊർജമായിരുന്നു സതീശന്റെ മൂലധനം. തീർത്തും അർഹമായിരുന്നെങ്കിലും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അധ്യക്ഷ പദങ്ങൾ സതീശനിലേക്ക് എത്തിയില്ല. ഗോഡ്ഫാദറില്ലാതിരുന്ന യുവനേതാവിനെ ഗ്രൂപ്പ് മാനേജർമാർ വെട്ടിമാറ്റുകയായിരുന്നു. തുടക്കം ഐ ഗ്രൂപ്പിൽ. രാഷ്ട്രീയ ഗുരുവായ G കാർത്തികേയനൊപ്പം സതീശനുമെത്തി മൂന്നാം ഗ്രൂപ്പിൽ. രാഷ്ട്രീയത്തിലെ നെല്ലും പതിരും ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ മിടുക്കനായ ചാണക്യൻ K കരുണാകരൻ പ്രവചന സ്വഭാവത്തിൽ പറഞ്ഞു, ഇവൻ കോൺഗ്രസിന്റെ ഭാവി വാഗ്ദാനമാണ്. സതീശനെ തിരികെ ഐ ഗ്രൂപ്പിൽ എത്തിക്കാനായിരുന്നു ലീഡറുടെ ശ്രമം. വാഗ്ദാനം നൽകിയത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി. ഇതിലും വലിയ പദവി ലഭിച്ചാൽ ഞാൻ തിരികെ പോകണമോ എന്ന് ലീഡറുടെ ദൂതനോട് സതീശൻ ചോദിച്ചത്രേ. സ്വതസിദ്ധമായ ചിരിയായിരുന്നു ലീഡർ. 4 ദിവസത്തെ സന്ദർശനത്തിന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷം സൃഷ്ടിച്ച ഊർജ്ജ പ്രതിസന്ധിയും ഇന്ത്യ-US വ്യാപാര കരാറിന്റെ പുരോഗതിയും ചർച്ചയാകും. കാർത്തിക് ഉണ്ട് വിശദാംശങ്ങളുമായി. കാർത്തിക്, 2012 ഹിലരി ക്ലിന്റണിന് ശേഷം ഏകദേശം ഒരു 14 വർഷമായി ഒരു US സ്റ്റേറ്റ് സെക്രട്ടറി കൊൽക്കത്തയിലേക്ക് എത്തിയിട്ട് ഇന്ന് വൈകിട്ട് മോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്ന് മനസ്സിലാക്കുന്നു. ശുഭപ്രതീക്ഷ വെക്കാവോ? 4 ദിവസത്തെ സന്ദർശനത്തിനായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കൊൽക്കത്തയിൽ എത്തി. മിഷണറീസ് ഓഫ് ചാരിറ്റീസിന്റെ ആസ്ഥാനം അദ്ദേഹം സന്ദർശിച്ചു. കേവലം ഒരു സന്ദർശനം എന്നതിനപ്പുറത്തേക്കുള്ള നയതന്ത്ര തലത്തിലുള്ള പല ചർച്ചകൾക്കുമാണ് മാർക്കോ റൂബിയോ ഇന്ത്യയിൽ എത്തിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്ന് കൊൽക്കത്തയിൽ നിന്ന് അദ്ദേഹം ഉച്ചയോടെ ഡൽഹിയിലെത്തും. പ്രധാനമന്ത്രിയുമായി മാർക്കോ റൂബിയോ കൂടിക്കാഴ്ച നടത്തും. നാളെയാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായുള്ള ചർച്ച. അതിനുശേഷം മെയ് 26-ന് ക്വാഡ് കൂട്ടായ്മയുടെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും മാർക്കോ റൂബിയോ പങ്കെടുക്കും. കേവലം ഒരു സന്ദർശനത്തിനപ്പുറത്തേക്ക് ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ അത് നിലവിൽ ഉള്ള വിള്ളലുകൾ അത് മാറ്റുക, ഒപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത് കൂടുതൽ ദൃഢമാക്കുക, ഈ ലക്ഷ്യത്തോടു കൂടിയാണ് മാർക്കോ റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം. സുപ്രധാനമായ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും. അതിൽ ഏറ്റവും പ്രധാനം പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ആഗോളതലത്തിൽ നേരിടുന്ന ഊർജ്ജ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യ ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. വെനസ്വേലയിൽ നിന്ന് കൂടുതൽ എണ്ണ
വരും കാലങ്ങളിൽ ഇന്ത്യയിലേക്ക് എത്തിക്കണം എന്നൊരു ലക്ഷ്യം അമേരിക്കയ്ക്കുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ നേരത്തെ തന്നെ മാർക്കോ റൂബിയോ നടത്തിയിരുന്നു. അതായത് ഇന്ത്യക്ക് എത്രത്തോളം ഇന്ധനം ആവശ്യമാണോ അത്രയും തന്നെ നൽകാൻ അമേരിക്ക തയ്യാറാണ് എന്നായിരുന്നു ഇന്ത്യയിലേക്ക് പുറപ്പെടും മുൻപ് മാർക്കോ റൂബിയോയുടെ പ്രതികരണം. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ നടക്കും. വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗോസ് അടുത്ത ആഴ്ച ഇന്ത്യയിലെത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യയോ വെനസ്വേലയോ ഇക്കാര്യം ഔദ്യോഗികമായി ഇതുവരെ പ്രഖ്യാപിച്ചിരുന്നില്ല. പക്ഷേ മാർക്കോ റൂബിയോ ഇക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് ചെറിയ രാഷ്ട്രീയ വിവാദത്തിനും ഇപ്പോൾ വഴിവെച്ചിട്ടുണ്ട്. അതായത് ഇരു രാജ്യങ്ങളും പ്രഖ്യാപിക്കാത്ത ഒരു കാര്യം അമേരിക്കയുടെ പ്രതിനിധി പ്രഖ്യാപിച്ചതിനെ കോൺഗ്രസ് രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റഷ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഇപ്പോൾ വാങ്ങുന്നത്. ഈ പശ്ചാത്തലത്തിൽ മൾട്ടി സോഴ്സുകളിൽ നിന്ന്, അതായത് ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് എണ്ണ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. രാജ്യം വലിയ ഊർജ്ജ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ പശ്ചാത്തലത്തിൽ വെനസ്വേലയിൽ നിന്ന് കൂടുതൽ ക്രൂഡ് ഇന്ത്യയിലെത്തിക്കും. അതിനാവശ്യമായ ചർച്ചകൾ പ്രധാനമായും ഈ കൂടിക്കാഴ്ചയിൽ നടക്കും. മറ്റൊന്ന്, വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ മാസം ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധി സംഘം യുഎസിലെത്തി ചർച്ചകൾ നടത്തിയിരുന്നു. അടുത്ത മാസം യുഎസിൽ നിന്നുള്ള പ്രതിനിധി സംഘം ഇന്ത്യയിലേക്കും എത്തുന്നുണ്ട്. വ്യാപാര കരാർ സംബന്ധിച്ച നിർണായകമായ ചർച്ചകളും മാർക്കോ റൂബിയോയുടെ ഈ സന്ദർശനത്തിൽ നടക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നേരത്തെ അമേരിക്ക മുൻകൈയെടുത്ത് ക്വാഡിന് രൂപം നൽകിയത്. എന്നാൽ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ, അതായത് ഇപ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് സജീവമായി ശ്രമങ്ങൾ നടത്തുന്നത്. ഇത് ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയും ചെയ്യുന്നു. ഇതിലൊക്കെയുള്ള ഇന്ത്യയുടെ അഭിപ്രായവും ഒരുപക്ഷെ മാർക്കോ റൂബിയോയുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ പങ്കുവയ്ക്കുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, കാർത്തികാണ് വിശദാംശങ്ങൾ നൽകിയത്. US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാർഡ് രാജിവെച്ചു. ഭർത്താവിന് അർബുദം സ്ഥിരീകരിച്ചതിനാൽ പരിചരിക്കുന്നതിനായാണ് രാജി എന്നാണ് വിശദീകരണം. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് രാജി ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. തുളസി ഗബാർഡിന്റെ സേവനങ്ങൾക്ക് നന്ദി അറിയിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോൺ ലൂക്കാസ് ഇടക്കാല നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറായി ചുമതലയേൽക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇറാനെ ആക്രമിക്കാനുള്ള ട്രംപിന്റെ തീരുമാനത്തെ തുടർന്ന് തുളസി ഗബാർഡ് ഭരണകൂടവുമായി ഭിന്നതയിലാണെന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായി. ഇന്ധന വില വീണ്ടും കൂട്ടി. പെട്രോളിന് വില ലിറ്ററിന് 87 പൈസയും ഡീസൽ വില ലിറ്ററിന് 91 പൈസയും കൂട്ടി. 10 ദിവസത്തിനിടെ മൂന്നാം തവണയാണ് വില വർദ്ധിക്കുന്നത്. 10 ദിവസത്തിനുള്ളിൽ 4 രൂപ 81 പൈസയാണ് കൂടിയത്. മെയ് 16 പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ കൂട്ടിയത്. മുഖ്യമന്ത്രി VD സതീശൻ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ചയ്ക്ക് ഡൽഹിയിൽ. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നതിൽ തീരുമാനമായില്ല. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി ഡൽഹിയിലെത്തിയ VD സതീശന് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കാണും. വൈകിട്ട് മുഖ്യമന്ത്രി കൊച്ചിയിലേക്ക് മടങ്ങും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി കൂടി നേരിട്ടതോടെ വലിയ പ്രഖ്യാപനങ്ങളോടെ രൂപീകൃതമായ BDJS എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിൽ നിന്ന് തന്നെ ഇല്ലാതാവുകയാണെന്ന ചോദ്യങ്ങൾ ഉയരുകയാണ്. NDA സംവിധാനത്തിന്റെ കെട്ടുറപ്പില്ലായ്മ കൂടി BDJSന്റെ മുന്നോട്ടു പോക്കിനെ ബാധിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സാമുദായിക സംഘടനയുടെ പിൻബലമുണ്ടായിട്ടും BDJSന് തെരഞ്ഞെടുപ്പുകളിൽ നിലം തൊടാനാകുന്നില്ല. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വിലയിരുത്തുമ്പോൾ വെൽഫെയർ പാർട്ടിക്കും SDPIക്കും പിന്നിലാണ് BDJSന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ കണക്കുകൾ എന്ന് വിലയിരുത്തുമ്പോഴാണ് സ്ഥിതി എത്ര ദയനീയമാണെന്ന് ബോധ്യമാകുന്നത്. 2015 ഡിസംബർ 5 ശംഖുമുഖം കടപ്പുറത്ത് SNDPയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ രാഷ്ട്രീയ പാർട്ടിയാണ് BDJS. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നയിച്ച സമത്വ മുന്നേറ്റ യാത്ര തിരുവനന്തപുരത്തെത്തിയപ്പോഴായിരുന്നു പാർട്ടി പ്രഖ്യാപനം. പാർട്ടി രൂപീകരണത്തിന്റെ ചരടുവലിക്ക് പിന്നിൽ BJPയും V മുരളീധരനും അടക്കമുള്ള നേതാക്കന്മാരുമായിരുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ്. ലക്ഷ്യം CPMന് ഏറെ സ്വാധീനമുള്ള ഈഴ വോട്ടുകൾ പിടിച്ചെടുക്കുക എന്നതും. പ്രഖ്യാപന ശേഷം നടന്ന 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA മുന്നണി സംവിധാനം, പ്രത്യേകിച്ച് BJPയും അത്യുത്സാഹത്തോടെ BDJSനൊപ്പം നിന്നു. SNDP ശാഖായോഗങ്ങളിലെ പ്രവർത്തകരടക്കം ആവേശഭരിതരായി ഇറങ്ങിയതോടെ പുതുതായി രൂപീകൃതമായ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മെച്ചപ്പെട്ട പ്രകടനം കുട്ടനാട് ഉൾപ്പെടെയുള്ള SNDP സ്വാധീന മേഖലകളിൽ BDJSന് കാഴ്ചവെക്കാനായി. എന്നാൽ പിന്നീട് BDJS എന്നത് തുഷാർ വെള്ളാപ്പള്ളി, സുഭാഷ് വസു എന്നീ ചുരുക്കം ചില നേതാക്കളിലായി ഒതുങ്ങുന്നതാണ് കണ്ടത്. സുഭാഷ് വസു കൂടി പുറത്തേക്ക് പോയതോടെ അറിയപ്പെടുന്ന നേതാക്കന്മാർ പോലുമില്ലാതെ ഒന്നൊന്നായി തകർന്ന BDJSനെയാണ് പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകൾ കാണുന്നത്. കേരളത്തിലെ ഓരോ വാർഡുകളിലും ശാഖകളുള്ള കരുത്തുറ്റ സാമുദായിക സംഘടനയാണ് SNDP. യോഗം വേറെ BDJS വേറെ എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോഴും BDJS എന്നാൽ SNDP ആണെന്നത് പകൽ പോലെ വ്യക്തമാണ്.
എന്നിട്ടും രൂപീകൃതമായി 10 വർഷം പിന്നിടുമ്പോഴും താഴെത്തട്ടിൽ കമ്മിറ്റികൾ രൂപീകരിക്കാനോ അച്ചടക്കത്തോടെ കൃത്യമായി പ്രവർത്തിക്കാനോ BDJസിന് കഴിഞ്ഞിട്ടില്ല. NDA മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയായിട്ടും ഇപ്പോഴും BDJസിനെ ഉൾക്കൊള്ളാൻ BJPക്കും കഴിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം കാണുന്ന പ്രത്യേക പ്രതിഭാസമായി മാത്രം മുന്നണി ബന്ധം മുന്നോട്ടു പോകുന്നു. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി വിജയനൊപ്പം ഉറച്ചു നിൽക്കുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി NDAയ്ക്കും BJPക്കുമൊപ്പമാണ്. SNDP പിന്തുണയിൽ വളരാൻ ശ്രമിക്കുന്ന BDJസിന്റെ അണികൾക്കുള്ളിലും വ്യത്യസ്ത നിലപാടുകൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. BJP ആകട്ടെ BDJS തെളിച്ച വഴിയിൽ BDJS ഇല്ലാതെ തന്നെ ഈഴ വോട്ട് ബാങ്കിനിടയിൽ അവരുടേതായ സ്വാധീനം ഇതിനോടകം ഉറപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 300 വാർഡുകൾ മത്സരിച്ച BDJസിന് വിജയിക്കാനായത് 5 ഇടത്ത് മാത്രമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 23 സീറ്റുകൾ മത്സരിച്ചിട്ടും ഒരിടത്ത് പോലും വിജയിക്കാനായില്ല എന്നത് മാത്രമല്ല, ദയനീയമായ പരാജയവുമായിരുന്നു. സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ BJP ശക്തമായ ഇടപെടൽ നടത്താൻ ശ്രമിക്കുമ്പോൾ പ്രതിഷേധ സമരങ്ങളിൽ പോലും BDJസിന്റെ പതാക ഉയരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ ചിത്രത്തിൽ നീണ്ട 10 വർഷത്തിനിടയിൽ ഒരടയാളപ്പെടുത്തൽ പോലും നടത്താതെ നാണം കെട്ട തോൽവികൾ ഏറ്റുവാങ്ങി മുന്നോട്ടു പോകുന്ന BDJസിന്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്ത് എന്നത് ഒരു ചോദ്യചിഹ്നമായി ഉയരുകയാണ്. ന്യൂസ് 18 ആലപ്പുഴ. വിഷു ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് ഗോർഖി ഭവനിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പ്. ഇക്കുറി റെക്കോർഡ് ടിക്കറ്റാണ് വിറ്റുപോയത്. 45 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത്. കഴിഞ്ഞ വർഷം 42,87,380 വിഷു ബമ്പർ ടിക്കറ്റാണ് വിറ്റത്. പാലക്കാടാണ് കൂടുതൽ ടിക്കറ്റുകൾ വിറ്റത്. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. 1 കോടി രൂപ വീതം 6 പരമ്പരകൾക്കാണ് രണ്ടാം സമ്മാനം. ഭാര്യയുടെ ക്യാൻസർ രോഗം തകർത്ത ജീവിതത്തോട് പോരാടുകയാണ് കോതമംഗലം സ്വദേശി മംഗലത്ത് സജി കുര്യാക്കോസ് എന്ന 54-കാരൻ. പ്രമേഹം മൂലം കിടപ്പിലായതോടെ സജിക്കും ജോലിക്ക് പോകാൻ കഴിയാതെയായി. 2 പെൺമക്കളുള്ള കുടുംബം ഇപ്പോൾ നിത്യവൃത്തിക്ക് സുമനസ്സുകളുടെ കരുണ തേടുകയാണ്. ജീവിതം തന്നെ ഒരു പോരാട്ടമായി മാറിയ പുന്നേക്കാടുള്ള ഒരു കുടുംബത്തിന്റെ ദയനീയ അവസ്ഥയാണ് ഈ കാണുന്നത്. കുടുംബത്തിന് നെടും തൂണായി നിൽക്കേണ്ടവരെല്ലാം കിടപ്പ് രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. കീരാമ്പാറ പഞ്ചായത്ത് 3-ാം വാർഡിൽ താമസിക്കുന്ന പുന്നേക്കാട് സ്വദേശി മംഗലത്ത് സജി കുര്യാക്കോസ്, ഭാര്യ മിനി ചാക്കോ, ഇവരുടെ 2 പെൺമക്കൾ എന്നിവരടങ്ങുന്ന കുടുംബത്തിനാണ് ഈ ദുരവസ്ഥ വന്നു ചേർന്നിരിക്കുന്നത്. ക്യാൻസറിന്റെ 4-ാം ഘട്ടത്തിൽ ചികിത്സ തേടുന്ന ഒരു വീട്ടമ്മയാണ് മിനി. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന ഭർത്താവ് സജിക്ക് പ്രമേഹം കൂടി കിടപ്പിലായതോടെ പണിക്ക് പോകാനാവുന്നില്ല. 2 പെൺമക്കളാണ് ഇവർക്കുള്ളത്. മൂത്ത മകൾ 100% വൈകല്യമുള്ളവൾ. 2ാമത്തെ മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവരുടെ ഭാവിയും ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. പണി പൂർത്തിയാകാത്ത വീട് ജപ്തി ഭീഷണിയിലുമാണ്. ബാങ്കുകാർ വന്ന് ജപ്തി നോട്ടീസ് പതിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും വീട്ടിൽ നിന്നിറങ്ങേണ്ട അവസ്ഥ. മിനിക്ക് ശസ്ത്രക്രിയ അനിവാര്യമാണ്. അതിനാവശ്യമായ 6 ലക്ഷം രൂപ കണ്ടെത്താൻ ഈ കുടുംബത്തിന് കഴിയുന്നില്ല. മാസം മാത്രം മരുന്നുകൾക്ക് 6000 രൂപ വേണം. എൻ്റെ കാലിന് ഷുഗർ വന്ന് ബാധിച്ച് ഇങ്ങനെ എനിക്ക് വേറെ ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാനിവിടെ ഇരിപ്പാണ്. എൻ്റെ ഭാര്യയ്ക്ക് അർബുദം ബാധിച്ച് ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മൂത്ത കൊച്ചിന് ജന്മനാൽ 100% വികലാംഗിയാണ്. അതിൻ്റെ കാര്യങ്ങളും ചികിത്സാ കാര്യങ്ങളൊക്കെ നോക്കണം. ഇന്നലെ വരെ ഞങ്ങൾ വിളിച്ചു, ബാങ്കിൽ നിന്ന് ഭീഷണിപ്പെടുത്തി എത്രയും പെട്ടെന്ന് പൈസ അടച്ചില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞതിന് മുമ്പ് ഇറങ്ങിക്കോളും എന്നാണ് പറഞ്ഞേക്കണം. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാൻ പറഞ്ഞത് ഇരിക്കുക. ഞങ്ങളെല്ലാവരും കൂടി സഹായിക്കണം. എല്ലാ വഴികളും അടഞ്ഞതോടെ സുമനസ്സുകളുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് കുടുംബം. ന്യൂസ് 18 കോതമംഗലം. സ്കൂട്ടർ ഓടിച്ചു പോകവേ ശ്വാസതടസ്സം അനുഭവപ്പെട്ട് കുഴഞ്ഞു വീണ ആൾക്ക് CPR നൽകി ജീവൻ രക്ഷിച്ച നഴ്സ്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ സീനിയർ നഴ്സ് സിനിമോൾ P ആണ് തന്റെ അവസരോചിതമായ ഇടപെടലിലൂടെ ഒരാളുടെ ജീവൻ സംരക്ഷിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിയോടെ സിനിമോളും കുടുംബവും തിരുവനന്തപുരത്തു നിന്നും കൊട്ടാരക്കരയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് സംഭവം. വെഞ്ഞാറമൂട് ഭാഗത്ത് വെച്ച് ഇവർക്ക് മുൻപിലായി പിതാവും മകളും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ പെട്ടെന്ന് പാതയോരത്തേക്ക് ഒതുക്കുകയും സ്കൂട്ടർ ഓടിച്ചിരുന്ന ആൾ കുഴഞ്ഞു വീഴുകയുമായിരുന്നു. സിനിമോളും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനം നിർത്തി കുഴഞ്ഞു വീണ ആളെ പരിശോധിച്ചു. പൾസ് പരിശോധന നടത്തിയപ്പോൾ ദുർബലമാണെന്ന് തോന്നിയതിനാൽ ഉടൻ തന്നെ CPR കൊടുക്കുകയായിരുന്നു. അല്പനേരത്തെ പരിശ്രമത്തിനൊടുവിൽ കുഴഞ്ഞു വീണയാളുടെ ശരീരം സാധാരണഗതിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. പിന്നീട് ഇയാളെ സമീപത്തുള്ളവർ ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇതിനുശേഷമാണ് സിനിമോളും കുടുംബവും വീട്ടിലേക്കുള്ള യാത്ര പുനരാരംഭിച്ചത്. ശ്വാസം നിലച്ച് ജീവൻ നഷ്ടമായേക്കാവുന്ന ഒരു സാഹചര്യത്തെയാണ് സിനിമോളുടെ സമയോചിതമായ ഇടപെടലിലൂടെ ഒഴിവാക്കാൻ കഴിഞ്ഞത്.
മനസാന്നിധ്യത്തിലൂടെ തന്നിലുണ്ടായിരുന്ന അറിവിനെ ഉപയോഗപ്പെടുത്തി മറ്റൊരാളുടെ ജീവൻ നഷ്ടമാകുന്നത് ഒഴിവാക്കിയ സിനിമോൾക്ക് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി. തന്റെ ഇടപെടലിലൂടെ ഒരു ജീവൻ നഷ്ടമാകുന്നത് ഒഴിവാക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ആദരവ് ഏറ്റുവാങ്ങി സിനിമോൾ പറഞ്ഞു. കൂടെ നിൽക്കുന്നവരോട് പറഞ്ഞു, വണ്ടി വിളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവർ ആംബുലൻസ് വിളിക്കുന്നതിൻ്റെ ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഒറ്റയ്ക്കിരുന്ന് CPR ഒക്കെ പറയായിരുന്നു കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പേഷ്യൻ്റ് ഹോന്നൊരു സൗണ്ട് വെച്ചു. അപ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. ഞാൻ ചെയ്തത് അദ്ദേഹം ആരാധിക്കുന്ന ഒരു ദൈവം എൻ്റെ കരങ്ങളിൽ കൂടി പ്രവർത്തിച്ചു എന്ന് മനസ്സിലായി. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തിട്ടുള്ളൂ. അതിൽ സന്തോഷമുണ്ട്. എല്ലാ ആരോഗ്യ പ്രവർത്തകരും മാതൃകയാക്കേണ്ട പ്രവൃത്തിയാണ് സിനിമോളിൽ നിന്നുണ്ടായതെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് സുനിൽകുമാർ പറഞ്ഞു. സിസ്റ്റർ ചെയ്തത് വളരെ നല്ല കാര്യം. ഇത് നമുക്കൊക്കെ ഒരു പ്രചോദനമാണ്. സാർ ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ഈ ഒരു പ്രോഗ്രാം നടത്തിയത് ഒരു പ്രചോദനമാണ്. കാര്യം ഇനിയും ഇതണക്ക് ആൾക്കാർ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കും. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ചെയ്യാം. മനസ്സിലായില്ലേ? ഇങ്ങനൊരു സിസ്റ്ററെ ആദരിക്കുന്ന പറഞ്ഞ ആൾക്കാർക്ക് ഒരു പ്രചോദനമാണ് ഇതൊക്കെ കാണുമ്പോൾ. വളരെ നല്ല കാര്യം. ആശംസകൾ. കൊട്ടാരക്കര കിഴക്കേ തെരുവിൽ റജി ഭവനിൽ പി സിനിമോൾ കഴിഞ്ഞ 22 വർഷത്തിലധികമായി സർക്കാർ ആശുപത്രികളിൽ നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്തു വരികയാണ്. പത്തനാപുരം താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ റജി ഭർത്താവാണ്. ന്യൂസ് 18 പുനലൂർ. ഇനിയും പൂർത്തിയാകാത്ത നാട്ടുകാരുടെ സ്വപ്നമായി തുടരുകയാണ് പാലക്കാട് അകത്തേത്തറ നടക്കാവ് മേൽപ്പാലം. തറക്കല്ലിട്ട് 9 വർഷമായിട്ടും പാലം പണി എങ്ങും എത്തിയിട്ടില്ല. ഉറപ്പുകൾ പാളം തെറ്റി. ഇനിയും എങ്ങുമെത്താതെ നിൽക്കുകയാണ് പാലക്കാട് അകത്തേത്തറ നടക്കാവ് മേൽപ്പാലം. നിർമ്മാണ പൂർത്തീകരണം ഇനിയും വൈകും. ഒപ്പം യാത്രാ ദുരിതവും വർദ്ധിക്കുന്നു. 2017 ഒക്ടോബർ 7 നടക്കാവിൽ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന് തറക്കല്ലിട്ടത്. 2021 ജനുവരി 23 നിർമ്മാണോദ്ഘാടനം നടത്തി. 1 വർഷത്തിനകം പാലം പണി പൂർത്തീകരിക്കുമെന്നായിരുന്നു ഉറപ്പ്. ജനങ്ങളുടെ പരാതിയെ തുടർന്ന് 2025 ഡിസംബറിൽ പാലം നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിരുന്നു. അത് പാലിക്കപ്പെട്ടില്ല. തുടർന്ന് 2026 ഫെബ്രുവരിയിൽ പ്രവൃത്തി പൂർത്തിയാക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. പക്ഷേ അതും പാലിക്കാനായില്ല. 2021 ഒക്ടോബർ 20 മുതൽ ഇതുവഴിയുള്ള ബസ് ഗതാഗതമടക്കം പൂർണ്ണമായും നിരോധിച്ചു. അതിപ്പോഴും തുടരുകയാണ്. പാലം നിർമ്മാണം അനന്തമായി നീളുന്നതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിരുന്നു. ഇപ്പോഴും പ്രവൃത്തികൾക്ക് വേഗക്കുറവാണെന്ന് യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നു. റെയിൽവേയുടെ 90% നിർമ്മാണവും പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കി ഭാഗം നിർമ്മിക്കേണ്ടത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ്. ഗർഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും തുടർ പ്രവൃത്തികൾ നടത്തേണ്ടതുണ്ട്. സർവീസ് റോഡ് നിർമ്മാണവും പൂർത്തിയാക്കാനുണ്ട്. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം പൂവച്ചൽ പഞ്ചായത്തിലെ മൈലോട്ടുമൊഴി ഭാഗത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പതിവാകുന്നു. ആനാക്കോട് ഭാഗത്ത് പോകുന്ന റോഡിലാണ് രാത്രിയുടെ മറവിൽ മാലിന്യ നിക്ഷേപം പതിവാകുന്നത്. വാഹനയാത്രക്കാർക്കും ജനങ്ങൾക്കും ദുർഗന്ധം കാരണം യാത്ര ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഹോട്ടൽ അവശിഷ്ടങ്ങളും വീട്ടുമാലിന്യങ്ങളും പ്ലാസ്റ്റിക് കവറുകളുമാണ് പ്രധാനമായും റോഡിൽ തട്ടിയിരിക്കുന്നത്. നിരവധി വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന ഈ ഒരു പൊതു റോഡിൽ നടുഭാഗത്തായിട്ട്, അതായത് പോകുന്ന വഴിക്ക് അലക്ഷ്യമായിട്ട് അങ്ങ് നിക്ഷേപിച്ചിരിക്കുകയാണ്. അത് പല മാലിന്യ വസ്തുക്കളുണ്ട്. അവരവരുടെ വീട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങൾ അത് സംസ്കരിക്കാനുള്ള ഉത്തരവാദിത്വം അവരവർ ഏറ്റെടുക്കാതെ മറ്റു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിക്ക് പൊതുവഴികളിലും പൊതുസ്ഥലങ്ങളിലേക്ക് നിക്ഷേപിക്കുകയാണ്. അത് ഈ ഒരു ഭാഗത്ത് മാത്രമൊന്നുമല്ല, നമുക്ക് ചുറ്റുമുള്ള പല മേഖലയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പൊതുവായിട്ടുള്ള റോഡുകളിലേക്ക്, മെയിൻ റോഡുകളിലേക്ക് നോക്കുമ്പോൾ പോലും പരിസരങ്ങളിൽ മാലിന്യങ്ങൾ വാരി വലിച്ച് നിക്ഷേപിച്ചിരിക്കുകയാണ്. ഇതിനുള്ള നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിച്ച് ഇത്തരത്തിലുള്ള പ്രവണതയുള്ളവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നതാണ് എൻ്റെ ആവശ്യം. 9 മണി വാർത്ത പൂർണ്ണമാകുന്നു. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സുമായി KP അഭിലാഷ്.